Hi all, welcome to once. S4 Power Electronics and Drives second module one of the important topic ആണ് DC to DC buck boost converter. So buck boost converter base ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഈ സെഷനിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. Okay, so buck boost converter base ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. So this is the problem. Buck boost converterന്റെ സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്, പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്. You have to calculate output voltage. Okay, output voltage calculate ചെയ്യണം. Inductor current, average value, maximum value, minimum value. Okay, then output voltage ripple കൂടി calculate ചെയ്യണം. Okay, അത് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? VS തന്നിട്ടുണ്ട് 24 വോൾട്ട്, ഡ്യൂട്ടി റേഷ്യോ D 0.4, R 5 ohms, L 20 മൈക്രോ ഹെൻറി, കപ്പാസിറ്റർ C 80 മൈക്രോ ഫാരഡ്, ഫ്രീക്വൻസി 100 kHz. ഇത്രയും വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സർക്യൂട്ടിലേക്ക് എഴുതാം. 24 വോൾട്ട് ആണ് നമുക്ക് സപ്ലൈ സൈഡ് തന്നിട്ടുള്ളത്. ഓക്കെ, ഡ്യൂട്ടി റേഷ്യോ 0.4, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 5 ohms ആണ്, കപ്പാസിറ്റർ 80 മൈക്രോ ഫാരഡ്, ഇൻഡക്ടറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 മൈക്രോ ഹെൻറി ആണ് ഇൻഡക്ടറിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇൻഡക്ടർ കറണ്ട് തന്നെ ആവറേജ്, മാക്സിമം, മിനിമം. അത് കൂടാതെ ഔട്ട്പുട്ട് വോൾട്ടേജ് റിപ്പിൾ കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഏതൊരു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാനുള്ളൊരു അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത്രയും ഫോർമുലാസ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രൊസീജിയർ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ആ പ്രൊസീജിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ബക്ക് ബൂസ്റ്റ് DC to DC കൺവേർട്ടറിൻ്റെ ഏത് കേസ് എടുത്താലും അത് അനലൈസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴി എന്താണ്? സ്വിച്ച് ഓൺ കണ്ടീഷനും സ്വിച്ച് ഓഫ് കണ്ടീഷനുമുള്ള വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ അനലൈസ് ചെയ്യുക. ബേസ്ഡ് ഓൺ ദാറ്റ് അനാലിസിസ് യു ക്യാൻ കണ്ടിന്യൂ ദ റിമൈനിങ് പ്രോസസ്സ്. നോക്കുക, നമ്മുടെ ഒരു ബക്ക് കൺവേർട്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അസംഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 എണ്ണത്തിൻ്റെയും കേസിൽ ബക്ക് ബൂസ്റ്റിൻ്റെ കേസിലും അസംഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ അസംഷൻസ് ഇവിടെയും നമ്മൾ വാലിഡ് ആണ്. എന്തൊക്കെയാണ് അസംഷൻസ്? സർക്യൂട്ട് സ്റ്റഡി സ്റ്റേറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡക്ടർ കറണ്ട് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ദെൻ കപ്പാസിറ്ററിൻ്റെ വാല്യൂ സൈസ് കൂടുതലാണ്, ലാർജ് ആണ്, ഇൻ ഓർഡർ ടു അസ്യൂം കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. പിന്നെ സ്വിച്ച് ക്ലോസ് ഫോർ DT ടൈം, ഓപ്പൺ ഫോർ 1 - D ടൈംസ് ടൈം. ദെൻ ലോസസ് ഒന്നുമില്ല, കമ്പോണൻസ് എല്ലാം ഐഡിയലാണ്. ഈ 5 അസംഷൻസും വാലിഡാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ അനാലിസിസ് ചെയ്യുമ്പോൾ 2 കാര്യമുള്ളൂ. 2 കണ്ടീഷൻസേ നമ്മൾ നോക്കുകയുള്ളൂ. ഒന്ന് സ്വിച്ച് ക്ലോസ്ഡ് കണ്ടീഷനും ഒന്ന് സ്വിച്ച് ഓപ്പൺ കണ്ടീഷനും. ആ സമയത്ത് ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജ് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. നോക്കിയേ, ആദ്യം നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തു. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ വാട്ട് ഹാപ്പൻസ്? ഈ പ്ലസ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. സോ സ്വിച്ച് ഓൺ കണ്ടീഷനിൽ എൻ്റെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ഇതായിരിക്കും. കണ്ടോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലസ് ഇവിടെ വരുമ്പോൾ ഇതുവഴി IS വിൽ ബി ഈക്വൽ ടു IL, ഇതുവഴി കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇൻഡക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് സെയിം ആസ് യുവർ VS. ഓക്കെ ആണല്ലോ? ഔട്ട്പുട്ട് സൈഡിലേക്ക് പവർ ഫ്ലോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, കാരണം നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനാണ്. ഓക്കെ, ഇനി സ്വിച്ച് ഓഫ് കണ്ടീഷൻ എന്താ സംഭവിക്കുന്നത്? സ്വിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ തിരിച്ച് ഓഫ് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു, ഡയോഡ് കണ്ടക്ട് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ ആ സമയത്ത് VL എനിക്ക് എന്തായിട്ട് എഴുതാം? V0 എന്നുള്ള കേസ് എഴുതാം. കണ്ടോ? അപ്പോൾ ആദ്യത്തെ കേസിലുള്ള VS, രണ്ടാമത്തെ കേസിൽ V0. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഓൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യുവർ T ഓൺ ഈസ് ഈക്വൽ ടു DT എന്നുള്ള ടൈമിലേക്ക് വരും. ശരിയാണല്ലോ? ദെൻ ഓഫ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ T ഓഫ് ഈസ് ഈക്വൽ ടു 1 - D ടൈംസ് T എന്നുള്ള കേസിലേക്ക് വരും. ഇതാണ് നമ്മുടെ 2 കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജസ്റ്റ് അനാലിസിസ് ഒന്ന് നോക്കിയിട്ട് പോകാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സ്വിച്ച് ക്ലോസ്ഡ് കണ്ടീഷൻ എടുക്കുക. നമ്മുടെ VL എന്ന് പറയുന്നത് VS ആണ്. DIL, L × DI/dt എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഡക്ടർ വോൾട്ടേജ്, അല്ലേ? VL is equal to L × DI/dt. So that becomes equal to VS/L. So DIL/dt എന്ന് പറയുന്നത് I can write it as small change in IL with respect to small change in T. ഓക്കെ, ഇനി വാട്ട് ഇസ് T? ചേഞ്ച് ഇൻ ടൈം. സ്വിച്ച് ക്ലോസ്ഡ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് എഴുതാം? T on is equal to DT ആണ്, അല്ലേ? സോ T on is equal to DT എന്ന് കിട്ടും. സോ
ഡെൽറ്റ ഐ എൽ ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഡി ടി ഡിവൈഡഡ് ബൈ എൽ എന്നുള്ള ഇക്വേഷൻ ഡ്യൂറിങ് ക്ലോസ്ഡ് കണ്ടീഷൻ ഇൻഡക്ടർ കറണ്ടിൻ്റെ ഡ്യൂറിങ് ക്ലോസ്ഡ് കണ്ടീഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ റൈറ്റ് ഡ്യൂറിങ് സ്വിച്ച് ഓപ്പൺ കണ്ടീഷൻ. ഇപ്പോൾ സ്വിച്ച് ഓപ്പൺ കണ്ടീഷനിൽ നമ്മൾ ഓൾറെഡി ഇൻഡക്ടർ വോൾട്ടേജ് കണ്ടു, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് V0 ആണ്. സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക. പക്ഷേ ഇവിടുത്തെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ടി ഓഫ് ആണ്. ടി ഓഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 - d ടൈംസ് ടി ആണ്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ആൻസർ എന്ത് വരും? ഡെൽറ്റ ഐ എൽ ഓപ്പൺ എന്ന് പറയുന്നത് V0 ഇൻറ്റു 1 - d ടൈംസ് ടി ഡിവൈഡഡ് ബൈ എൽ ആണ്. ഓക്കെ, ഇനി പ്രീവിയസ് കേസ് നമ്മുടെ അസംഷനിൽ ഉള്ളതുപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇൻഡക്ടർ കറണ്ട് മസ്റ്റ് ബി 0 ഓവർ എ ടൈം പീരീഡ്. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യാം? ഡെൽറ്റ ഐ എൽ ക്ലോസ്ഡും ഡെൽറ്റ ഐ എൽ ഓപ്പണും ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം യു വിൽ ബി ഗെറ്റിംഗ് യുവർ ഇക്വേഷൻ ഫോർ സോൾവ് ഫോർ V0. സോ V0 ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ കേസിൽ സോൾവ് ചെയ്ത് വരുമ്പോൾ -Vs ഇൻറ്റു D ബൈ 1 - d എന്നുള്ള കേസ്. അപ്പോൾ എങ്ങനെയെങ്കിലും എക്സാം ഹോളിൽ അഥവാ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനും പറ്റും ഈ മെത്തേഡ് പഠിച്ചു വെച്ചാൽ. ഓക്കെ, സോ V0 ഇസ് ഈക്വൽ ടു -Vs ഇൻറ്റു D ഡിവൈഡഡ് ബൈ 1 - d ആണ് ബക്ക് ബൂസ്റ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ബക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? V0 ഇസ് ഈക്വൽ ടു D ടൈംസ് Vs ആണ്. ബൂസ്റ്റിൻ്റെ ഇക്വേഷൻ V0 ഇസ് ഈക്വൽ ടു Vs ഡിവൈഡ് ബൈ 1 - d ആണ്. ബക്ക് ബൂസ്റ്റിൻ്റെ കേസിൽ V0 ഇസ് ഈക്വൽ ടു -Vs ഇൻറ്റു D ഡിവൈഡ് ബൈ 1 - d ആണ്. ഓക്കെ, ദെൻ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് വേവ് ഫോംസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം, അല്ലേ? ഇൻഡക്ടർ വോൾട്ടേജ് വരയ്ക്കാൻ ചോദിക്കാം, ഡയോഡിൻ്റെ കറണ്ട്, സോ ഇൻഡക്ടർ വോൾട്ടേജ് അല്ല ഇൻഡക്ടർ കറണ്ട് കേട്ടോ, ഇൻഡക്ടർ കറണ്ട് വരയ്ക്കാൻ ചോദിക്കാം, ഡയോഡിൻ്റെ ക്രോസുള്ള കറണ്ട് ചോദിക്കാം, കപ്പാസിറ്റർ വോൾട്ടേജ് നമുക്ക് റിപ്പിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഓക്കെ, ദെൻ നമ്മുടെ ഇൻഡക്ടർ വോൾട്ടേജ് അല്ലേ ക്ലോസ്ഡ് കണ്ടീഷനിൽ Vs ആണ്, ഓപ്പൺ കണ്ടീഷനിൽ V0 ആണ്. ഓക്കെ, സോ ഈ ഒരു കേസ് കൂടി ഓർത്തേക്കുക കേട്ടോ. നൗ നമ്മുടെ മിനിമം മാക്സിമം ഇൻഡക്ടർ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മിനിമം മാക്സിമം ഇൻഡക്ടർ കറണ്ട് വേണമെങ്കിൽ നമുക്ക് ആവറേജ് വാല്യൂവിൻ്റെ കൂടെ ഡെൽറ്റ IL ബൈ 2 ആഡ് ചെയ്യുന്ന കേസാണ്, അല്ലേ? ഇതാ ഇൻഡക്ടർ കറണ്ട് മാക്സിമം കണ്ടുപിടിക്കാൻ ആവറേജ് വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക, ആവറേജ് വാല്യൂ ഓഫ് ഇൻഡക്ടർ കറണ്ട് കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ ഡെൽറ്റ IL ബൈ 2 എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ മാക്സ് കിട്ടും, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ മിനിമം കിട്ടും. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് IL കണ്ടുപിടിക്കണം. IL കണ്ടുപിടിക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ P0 ഇസ് ഈക്വൽ ടു V²/R. ഓക്കെ, ദെൻ സപ്ലൈ സൈഡിലോ PS ഇസ് ഈക്വൽ ടു VS ഇൻറ്റു IS. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് സോഴ്സ് കറണ്ട് ഈ ISഉം നമ്മുടെ ഇൻഡക്ടർ കറണ്ട് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? IS ഇസ് ഈക്വൽ ടു IL ടൈംസ് D ആണ്. ശരിയല്ലേ? IL ടൈംസ് D. അത് നമുക്ക് പ്രീവിയസ് ആയിട്ട് ആ ഒരു സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. സോ ഈ IS ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ, ഇതുണ്ടോ, ഇതിൽ നിന്ന് യു ക്യാൻ ഗെറ്റ് എ വാല്യൂ ഫോർ IL നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, IL കിട്ടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡെൽറ്റ IL ക്ലോസ്ഡ് എടുക്കുക, അല്ലെങ്കിൽ ഡെൽറ്റ IL ഓപ്പൺ എടുക്കുക, ബൈ 2 ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ മാക്സ് കിട്ടും, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ മിനിമം കിട്ടും. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ മിനിമം വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ഫോർ മേക്ക് യുവർ സർക്യൂട്ട് ഇൻ ദ കണ്ടിന്യൂസ് മോഡ്. L മിനിമം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അത് എന്ത് ചെയ്താൽ മതി? IL മിനിമം എന്ന് പറയുന്ന ഈ ഇക്വേഷൻ യു ഇക്വേറ്റ് ഇറ്റ് ടു 0. ക്ലിയർ ആണല്ലോ? ഇക്വേറ്റ് ടു 0 ചെയ്ത് കഴിയുമ്പോൾ അതിലെ L വാല്യൂ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ഓഫ് ഇൻഡക്ടർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതുവഴി നമുക്ക് ഈ ഒരു പാരാമീറ്റർ കൂടി ഇപ്പോൾ പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ ലാസ്റ്റ് നമുക്ക് അറിയേണ്ടത് റിപ്പിളാണ്. ഓക്കെ, റിപ്പിൾ സെയിം കേസ് തന്നെയാണ്. Q കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എടുത്താൽ മതി, അല്ലേ? ഈ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ദിസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q കിട്ടും. V0/R ആണ് ഈ വാല്യൂ എന്ന് പറയുന്നത്, മൾട്ടിപ്ലൈഡ് ബൈ DT, ദാറ്റ് ഈസ് ഈക്വൽ ടു C ടൈംസ് ഡെൽറ്റ V0. ഓക്കെ, സോ ഡെൽറ്റ V0/V0 എന്ന് പറയുന്നത് D/RCF ആണ്. D/RCF ഇൻ കേസ് ഓഫ് യുവർ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. അപ്പോൾ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട ഇക്വേഷൻസ് എല്ലാം നമ്മളത് ഡിറൈവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പാരാമീറ്റേഴ്സിലേക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട കാര്യം ഇനിയുള്ളൂ. ഔട്ട്പുട്ട് ഇക്വേഷൻ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്? -Vs ഇൻറ്റു D ഡിവൈഡ് ബൈ 1 - d. സോ -24 ഇൻറ്റു 0.4 ഡിവൈഡ് ബൈ 1 - 0.4 വിച്ച് ഈസ് ഈക്വൽ ടു -16 വോൾട്ട്. ഓക്കെ, ദെൻ ആവറേജ് വാല്യൂ ആവറേജ് ഇൻഡക്ടർ വാല്യൂ IL കാൽക്കുലേറ്റ് ചെയ്യുക. IL കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം IL കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? VS ഇൻറ്റു D ഡിവൈഡ് ബൈ R ഇൻറ്റു 1 - d ഹോൾ സ്ക്വയർ. ഇത് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം?
ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇതാ ഈ 2 ടേം പഠിച്ചു വെച്ചാൽ മതി. എന്താ P0 PS IS, ഈ 3 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് അവിടെ വെച്ച് തന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ILൻ്റെ ഇക്വേഷൻ നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് ഇൻഡക്ടർ കറണ്ട് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, മാക്സിമം കാണാതെ പഠിക്കുന്ന കാര്യം ഒഴിവാക്കുക. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, ചിലപ്പോൾ ഈ D1 - D ഒക്കെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ നമ്മുടെ വാല്യൂ, ഇതിലേക്ക് ആവറേജ് വാല്യൂയിലേക്ക് VSൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്, D 0.4 ആണ്, ആറിൻ്റെ വാല്യൂ 5, 1 - 0.4 ഹോൾ സ്ക്വയർ 5.33 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ദെൻ ഡെൽറ്റ IL എടുക്കുക. ഡെൽറ്റ IL ഒന്നില്ലെങ്കിൽ ഡെൽറ്റ IL ക്ലോസ്ഡ് എടുക്കാം, അല്ലെങ്കിൽ ഡെൽറ്റ IL ഓപ്പൺ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഡെൽറ്റ IL ക്ലോസ്ഡ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. VS × DT / L ആണ്. 24 × 0.4 ഡിവൈഡ് ബൈ Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 20 മൈക്രോ ഹെൻറി ആണ്. T ന്യൂമറേറ്ററിൽ ഞാൻ താഴത്തേക്ക് എന്താ എടുത്തത്, T എന്ന് പറയുന്നത് സെയിം ആസ് 1/F, ശരിയല്ലേ? സോ F എന്ന് പറയുന്നത് ഈ റേഞ്ച് വരും. സോ ആൻസർ 4.8 ആംസ് ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 4.8ൻ്റെ ഹാഫ് എടുത്തിട്ട് ഇഫ് യു ആഡ് വിത്ത് യുവർ ആവറേജ് വാല്യൂ 5.33യുടെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.33 എന്ന് കിട്ടും. അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 2.93 ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, റിപ്പിൾ അല്ലേ? റിപ്പിൾ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഈ ഇക്വേഷൻ നമുക്ക് പഠിച്ച് വെക്കാവുന്നേ ഉള്ളൂ. ഇത് അവിടെ വെച്ച് ഡെറിവേഷൻ ചെയ്യുന്നതിന് പകരം, എക്സാം ഹോളിൽ വെച്ച് ഡെറിവേഷൻ ചെയ്യുന്നതിന് പകരം ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. D/RCF. ഓക്കെ, D 0.4 ആണ്. ദെൻ ആറിൻ്റെ വാല്യൂ 5 ആണ്. കപ്പാസിറ്റർ 80 × 10⁻⁻⁶. F തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ 100 കിലോ. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് 0.01 കിട്ടും. ബൈ 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എടുത്തിട്ട് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം, അനലൈസ് ചെയ്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കേസാണ് നമ്മൾ കണ്ടത്. ഇതേ ഫോർമാറ്റിൽ നമ്മൾ ബക്ക് ബൂസ്റ്റ് 3 കേസിലും ഇതേ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രം മാത്രം പഠിച്ച് ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. സ്വിച്ച് ഓൺ കണ്ടീഷൻ, സ്വിച്ച് ഓഫ് കണ്ടീഷൻ. ബാക്കി വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇക്വേഷൻസും നമുക്ക് അവിടെ വെച്ച് ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ എടുത്ത പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.